മോഹൻദാസ് ഏട്ടാ, ഇഡലി എന്നൊന്ന് എഴുതാവോ? ഇഡലി എന്നൊന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ വാരിയലിൽ തെന്നിപ്പോകുന്ന അവസ്ഥയിലിരിക്കുന്ന മോഹൻദാസ് ഏട്ടനാണ് പെൺകുട്ടികളുടെ ബലാത്സംഗ ത്വരയെക്കുറിച്ച് ഇത്ര ആധികാരികമായി സംസാരിക്കുന്നത്. അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കാരണം ഇതിനു മുമ്പ് നിങ്ങൾ പറഞ്ഞു വെച്ചത് ഇന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് അവരുടെ സ്വാതന്ത്ര്യമെല്ലാം മൂടിവെക്കപ്പെട്ടിരിക്കുകയാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കുറച്ചു നാൾ മുമ്പ് മോഹൻദാസ് ഏട്ടൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ സ്വാതന്ത്ര്യം ഏറ്റെടുത്ത് അവർക്കിഷ്ടമുള്ള വസ്ത്രത്തിൽ ധരിച്ചു വന്ന് ജന്തർ മന്ദറിൽ പ്രൊട്ടസ്റ്റ് നടത്തിയ വിദ്യാർത്ഥിനികൾക്കെതിരെ ഇത്രയും വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയ മോഹൻദാസ് ഏട്ടാ അല്ലെങ്കിൽ അമ്മാവ, അദ്ദേഹം ഇത്രത്തോളം പ്രായമൊക്കെ ആയില്ലേ? കുറച്ചൊക്കെ വിവരവും ബോധവും കാര്യങ്ങളൊക്കെ ഈ ഒരു കാര്യത്തിൽ കാണിക്കണ്ടേ? എന്നിട്ടും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് സംസാരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അത് അങ്ങനെയല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇത് വ്യക്തമായ പ്ലാനിങ്ങോടുകൂടിയും സ്ക്രിപ്റ്റോടുകൂടിയും എഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്ന് ഇത്രയധികം വൃത്തികെട്ട ഒരു സംസാരം സംസാരിച്ചത്. അത് അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധതയാണ് ണെന്നും ഹീനമായിട്ടുള്ളൊരു കാര്യമാണ് സംസാരിച്ചതെന്നും നമുക്കെല്ലാവർക്കും നന്നായിട്ടറിയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇത്രയധികം അർപ്പണബോധവും സാമൂഹിക ബോധവും പ്രതിബദ്ധതയും പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ പറയുന്ന ഒരുപാട് ആളുകളുടെ പിറകിൽ ഇത്തരത്തിൽ ഒരു മുഖംമൂടി മറഞ്ഞിരിപ്പുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. കാരണം അവകാശത്തിന് വേണ്ടി, തൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ അവിടെ സമരം നയിച്ച വിദ്യാർത്ഥിനികളെ ഇത്രയധികം വളരെ മ്ലേച്ഛമായ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി അവരെ അഭിസംബോധന ചെയ്യാൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത്, അദ്ദേഹം ചിന്തിച്ച അദ്ദേഹത്തിൻ്റെ തലച്ചോറുള്ള ഇങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ ഈ നാടിൻ്റെ ശാപം എന്ന് പറയുന്നത്.